നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശം. റോഡ് ഷോയുമായി പാർട്ടികൾ. നാളെ നിശബ്ദ പ്രചരണം. ആത്മവിശ്വാസത്തിൽ മുന്നണികൾ. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. AKG സെന്ററിൽ നടന്ന കൂടിക്കാഴ്ച അവർ ആവശ്യപ്പെട്ട പ്രകാരമെന്ന് മുഖ്യമന്ത്രി. അവരെ മുഖത്തു നോക്കി വർഗീയവാദികളെന്ന് താൻ വിളിച്ചുവെന്നും വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി രമേശ് ചെന്നിത്തല. പുരാവസ്തു കള്ളക്കടത്ത് സംഘവുമായി 500 കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്ന് ചെന്നിത്തല. കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറെന്നറിയിച്ച് SITക്ക് കത്ത് നൽകി. ചില വ്യവസായികൾക്കും പങ്കെന്നും ഇത് നേരിട്ടറിയാവുന്ന വ്യക്തിയെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും ചെന്നിത്തല. അന്വേഷണ സംഘം ബുധനാഴ്ച ചെന്നിത്തലയുടെ മൊഴിയെടുക്കും. ഇൻഡിഗോ വിമാനയാത്രാ പ്രതിസന്ധിയിൽ ഇടപെടലുമായി പാർലമെന്ററി സമിതി. ഇൻഡിഗോ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് നോട്ടീസ് അയച്ചു. വ്യോമയാന നിയമങ്ങളിൽ വീഴ്ച വരുത്തിയതിന് ഇൻഡിഗോ CEOയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഇന്ന് റദ്ദാക്കിയത് 650ഓളം സർവീസുകൾ. പ്രതിസന്ധി 3 ദിവസത്തിനുള്ളിൽ അവസാനിക്കുമെന്ന് ഇൻഡിഗോ. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തലിനെ കൊടുക്കാൻ പുതിയ സംഘത്തെ നിയോഗിച്ച് ക്രൈംബ്രാഞ്ച്. നടപടി ആദ്യ അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ ചോരുന്നുവെന്ന നിഗമനത്തിൽ സംഘം ബംഗളൂരുവിൽ. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദവാദം കേൾക്കുന്നതിന് മുൻപ് നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം. കടുവ സെൻസസിനിടെയുണ്ടായ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പുതൂർ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവിന്റെ മരണകാരണം ആന്തരിക രക്തസ്രാവമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നട്ടെല്ലും വാരിയെല്ലും തകർന്ന നിലയിൽ. ആന്തരിക അവയവങ്ങൾക്കെല്ലാം ക്ഷതമേറ്റു. മകൻ അനിൽകുമാറിന് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. ആവേശകരമായ കൊട്ടിക്കലാശമാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ കാണുന്നത്. തിരുവനന്തപുരത്തു നിന്നും രജിത് കുമാർ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. രജിത്ത്, ഇനി നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. കൂട്ടിക്കിഴിക്കലിന്റെ മണിക്കൂറുകൾ എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ ഈ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആവേശത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും? തീർച്ചയായും മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ ഏറെ ആവേശത്തോടു കൂടിയുള്ള കൊട്ടിക്കലാശം അത് സമാപിച്ചിരിക്കുന്നു. അതാണ് ഇനി അടുത്ത ദിവസം നിശബ്ദ പ്രചരണത്തെ, ഇനി മുതലുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിന്റെയാണ്. അതിനുശേഷം അടുത്ത ദിവസം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് കൃത്യമായി തങ്ങൾക്ക് ആർക്ക് വോട്ട് രേഖപ്പെടുത്തണം എന്നത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം വോട്ട് രേഖപ്പെടുത്താം. അതാണ് ഇനിയുള്ള മണിക്കൂറുകൾ. ഒരുപക്ഷെ നിശബ്ദ പ്രചരണത്തിലടക്കം വോട്ടുകളുടെ തിരിമറികൾ ഏറെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതുതന്നെയായാലും കഴിഞ്ഞ ഒരു മാസത്തിൽ ഉള്ളിൽ ആയി നടന്നു വന്ന പ്രചരണ പരിപാടികൾക്കാണ് ഇപ്പോൾ സമാപനമായിരിക്കുന്നത്. പേരൂർക്കടയിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. എല്ലാ ആവേശകരമായ എല്ലാ വാദ്യമേളങ്ങളും ഒപ്പം തന്നെ അനൗൺസ്മെന്റുകളും അടക്കം ഇതിനോടകം തന്നെ നിർത്തിവെച്ചിരിക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രചരണ റാലി അടക്കം പോവുകയാണ്. അതോടുകൂടി ഇവിടെ നിന്നും ആളുകളൊക്കെയും പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥികളൊക്കെയും തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർന്ന് വാഹന പ്രചരണ ജാഥകൾക്കടക്കം ഇപ്പോൾ അവസാനം കുറിച്ചിരിക്കുന്നു. ഇനി തങ്ങളുടെ ജനവിധി എന്താണ് എന്നത് അറിയുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണം കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൃത്യമായി ജനങ്ങളിലേക്ക് തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായി അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിനുള്ള സമയത്തിലേക്ക് കടക്കും. എന്തുതന്നെയായാലും ഒരു മാസം തുടർച്ചയായി തുടർന്നു വന്ന വലിയ പ്രചരണ പരിപാടികൾക്കാണ് ഈ മണിക്കൂർ ഇപ്പോൾ 6 മണിയോടുകൂടി സമാപനമായിരിക്കുന്നത്. ഇനി ഇതിനു മുമ്പ് ജനങ്ങളിലേക്ക് അവർ പറഞ്ഞതൊക്കെയും തന്നെ ജനങ്ങൾക്കുള്ളിലേക്ക് എത്തിയിട്ടുണ്ടോ, ഒപ്പം തന്നെ ജനങ്ങളുടെ തീരുമാനം അത് എന്താണ് എന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ കൃത്യമായി അവരുടെ സമ്മതിദാന അവകാശമായി വരികയും ചെയ്യും. നമുക്കറിയാം
തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഒട്ടും തന്നെ ചോരാത്ത രീതിയിലായിരുന്നു പ്രചരണ പരിപാടികൾക്ക് കഴിഞ്ഞ ഒരു മാസമായി സ്ഥാനാർത്ഥികൾ ഒക്കെയും തന്നെ നേതൃത്വം നൽകിയിരുന്നത്. വീടുകൾ കയറിയുള്ള പ്രചരണ പരിപാടികളും ഒപ്പം തന്നെ ലഘുലേഖകളടക്കം നൽകിക്കൊണ്ടുള്ള പ്രചരണ പരിപാടികളും തുടർന്ന് വാഹന പ്രചരണ ജാഥകളും അടക്കം നിറങ്ങിക്കൊണ്ട് വലിയ ആഘോഷങ്ങളോടുകൂടി തന്നെ അവർ നടത്തിവന്ന പ്രചരണ പരിപാടികൾക്ക് ഇപ്പോൾ ഈ മണിക്കൂറോടുകൂടി 6 മണിയോടുകൂടി ദയവായി തുടരുക. പേട്ടയിൽ നിന്നും ആതിര രാധാകൃഷ്ണൻ കൂടി ചേരുന്നു. ആതിര, പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോൾ ശക്തമായ പ്രചാരണമാണ് നമ്മൾ തിരുവനന്തപുരത്തും കണ്ടത്. LDF കോട്ട പൊളിക്കുക എന്നുള്ളതാണ് UDFന്റെ ലക്ഷ്യം. തീർച്ചയായും പ്രാദേശിക വിഷയങ്ങൾ, വികസന പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായും ചർച്ചയായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. എങ്ങനെ സീറ്റ് കൂട്ടാമെന്നതാണ് BJPയുടെയും ലക്ഷ്യം. അശ്വതി, ഏകദേശം ഈ പരസ്യ പ്രചരണങ്ങൾക്കൊക്കെ അവസാനം കുറിച്ച് ഇന്ന് കലാശക്കൊട്ടാണ്. ഈ കലാശപ്പോര് കഴിയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഈ ആഘോഷങ്ങളൊക്കെ തന്നെ അവസാനിച്ചു കഴിഞ്ഞു. റോഡ് ഷോയും അതുപോലെ തന്നെ ബൈക്ക് റാലി ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ അവസാനഘട്ട ഈ കലാശക്കൊട്ട് ഗംഭീരമാക്കാനായി പ്രവർത്തകരുൾപ്പെടെ എല്ലാ മുന്നണികളുടെയും പ്രവർത്തകരുൾപ്പെടെ ഈ തിരുവനന്തപുരം നഗരത്തിലൊട്ടാകെ സംഘടിപ്പിച്ചത്. ഈ ആദ്യഘട്ടത്തിൽ നിലവിൽ ഞാനുള്ളത് പേട്ടയിലാണ്. അഡ്വക്കേറ്റ് ദീപക് അതുപോലെ തന്നെ BJP പ്രവർത്തകരും UDF പ്രവർത്തകരും എല്ലാവരും തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ, അവസാനഘട്ട പ്രചരണ പരിപാടിയിൽ ഈ കലാശക്കൊട്ടിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളോടെയാണ് ഇവിടെ പങ്കെടുത്തത്. നിലവിൽ ഏതായാലും ഈ കലാശക്കൊട്ടിന് ഒരു പരിസമാപ്തിയായി, പരസ്യ പ്രചരണങ്ങൾക്കൊക്കെ ഒരു പരിസമാപ്തിയായി. തീർച്ചയായും ഇത്തരത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് മൂന്ന് മുന്നണികളുടെയും ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നത്. വീടുകൾ കയറിയുള്ള പ്രചരണം, അതുപോലെ തന്നെ മറ്റ് ഏതൊക്കെ മാർഗങ്ങളാണ് ഈ പ്രചരണത്തിന് ഉപയോഗിക്കാവുന്നത്, എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു മുന്നണികളുടെ ഒക്കെ തന്നെ മുന്നിലുണ്ടായിരുന്ന ഒരു ദൗത്യം. ഏതായാലും ഇന്നത്തോടുകൂടി പരസ്യ പ്രചരണം അവസാനിക്കുമ്പോൾ മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. കാരണം അത്രത്തോളം ജനങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി വീട് കയറി ജനങ്ങളുമായി വോട്ട് അഭ്യർത്ഥിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണത് നിറവേറ്റാൻ സാധിക്കും എന്നുള്ളൊരു വാഗ്ദാനം തന്നെയാണ് ജനങ്ങൾക്ക് ഏതായാലും നൽകിയിട്ടുള്ളത്. ഇന്ന് വലിയ രീതിയിൽ ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു കലാശക്കൊട്ടൊക്കെ തന്നെ ആരംഭിച്ചത്. ഈ റോഡ് ഷോ അതുപോലെ തന്നെ ബൈക്ക് റാലി ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തകരെല്ലാവരും, മൂന്ന് മുന്നണികളുടെ പ്രവർത്തകരും സമാനമായ രീതിയിൽ ആവേശം ഒട്ടും ചോരാതെ ഈ കലാശപ്പോരിൽ പങ്കാളികളായി. അവസാന ഘട്ടത്തിൽ ഈ കൊട്ടും വാദ്യമേളങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ഈ വിവിധ ഇടങ്ങളിലായി ഈ കലാശപ്പോര് നിലവിൽ ഏതായാലും ഏകദേശം അവസാനിച്ച സ്ഥിതിയാണ്. ഇന്ന് ഈ കലാശക്കൊട്ട് അവസാനിപ്പിക്കുമ്പോൾ നാളെ നിശബ്ദ പ്രചരണമാണ്. അതിനുശേഷം 9-ാം തീയതി നമുക്ക് അറിയാം, ജനങ്ങളൊക്കെ തന്നെ വിധി എഴുതാൻ 9-ാം തീയതിയാണ് എത്തുക. ഏതായാലും 7 ജില്ലകളിലെ ഈ വോട്ടെടുപ്പ് 9-ാം തീയതി നടക്കും. അന്ന് ജനങ്ങളുടെ കയ്യിലാണ്. ഇനി ജനങ്ങളാണ് പറയേണ്ടത്, ഇനി ജനങ്ങളാണ് ആ രാജാവ് എന്ന് പറയുന്നത്. കാരണം ജനങ്ങളുടെ കയ്യിലാണ്. ഇനി ആരാണ് ജനങ്ങൾ കൈപിടിച്ച് കയറ്റുക എന്നുള്ളതൊക്കെ തന്നെ നമുക്ക്. ശരി, കൊല്ലത്തെ വിവരങ്ങൾ നൽകാൻ സുധീഷ് ഉണ്ട്. സുധീഷ്, കൊട്ടിക്കലാശം അവസാനിക്കുകയാണ്. നിശബ്ദ മണിക്കൂറിലൂടെ സ്ഥാനാർത്ഥികളൊക്കെ കടന്നു പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് അവിടെയും കാണാൻ കഴിയുന്നത്. തീർച്ചയായും അശ്വതി, അങ്ങനെ തന്നെയാണ്. അല്പസമയം മുൻപാണ് ഇപ്പോൾ കൊട്ടിക്കലാശം ഈ ചിന്നക്കട നഗരിയിൽ ഒരു ഉത്സവ പ്രതീതി തീർത്തുകൊണ്ട് അവസാനിച്ചിരിക്കുന്നത്. മുന്നണികളെല്ലാം തന്നെ അവരുടെ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ചിന്നക്കട നഗരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആവേശം അവർ ഇവിടെ തെളിയിക്കും. അവരുടെ പ്രവർത്തകരെല്ലാം വളരെ ഊർജ്ജസ്വലമായി അവരുടെ ആവേശം, അവരുടെ അണികളും ഒക്കെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഇവിടെ നിന്നും പിൻവാങ്ങിയിരിക്കുന്നത്. പ്രധാനമായും പറയുകയാണെങ്കിൽ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാന മേഖല കൂടിയാണ് നഗരത്തിലെ പ്രധാന ഭാഗം. ഇത് 3 ഡിവിഷനുകൾ ചേരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ചിന്നക്കട എന്ന് പറയുന്ന നഗരത്തിന്റെ ഈ ഹൃദയഭാഗം എന്ന് വേണം പറയാൻ. താമരക്കുളം ഡിവിഷൻ, ഒപ്പം തന്നെ വടക്കുംഭാഗം ഡിവിഷൻ, ഒപ്പം കന്റോൺമെന്റ് ഡിവിഷൻ, ഈ 3 ഡിവിഷനുകളും കൂടിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗമായ ചിന്നക്കട എന്ന് പറയുന്ന പ്രദേശം. ഇവിടെയാണ് മുന്നണികൾ അവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇവിടെ എത്തുന്നത്. ആ കാഴ്ച തന്നെയായിരുന്നു അല്പം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നത്. മുന്നണികളൊക്കെ തന്നെ അവരുടെ പ്രധാന സ്ഥാനാർത്ഥികളെ, മുൻ മേയർ ഹണി, ഒപ്പം തന്നെ UDFന്റെ
ഇപ്പോഴത്തെ മേയർ സ്ഥാനാർത്ഥി AK ഹഫീസ്, അതുപോലെ തന്നെ മറ്റ് UDFിൻ്റെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി രാജലക്ഷ്മി, അങ്ങനെ നിരവധി പ്രവർത്തകർ അല്പം മുമ്പ് ഇവിടെ പ്രചരണം അവരുടെ ശക്തി കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ട് അവരുടെ ആവേശം അണികളിലേക്ക് നിറച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും പിൻവാങ്ങിയത്. ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശാവേശം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. നാളെ ഇനി ഒരു നിശബ്ദ പ്രചരണത്തിനുള്ള മണിക്കൂറുകളാണുള്ളത്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ മണിക്കൂറുകളുടെ അകലത്തിൽ തിരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ പോകും. അവർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് ഇനി കൊല്ലം കോർപ്പറേഷനിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്, അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ ആര് ഭരിക്കണം, കൊല്ലം കോർപ്പറേഷനിൽ വികസന അല്ലെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാകുമോ, അല്ലെങ്കിൽ UDF ഈ ഒരു ഇടത് കോട്ട തകർത്തുകൊണ്ട് മുന്നോട്ട് വരുമോ എന്നുള്ള കാഴ്ചകളാണ് നമുക്ക് അറിയേണ്ടത്. ഒപ്പം തന്നെ BJPക്ക് നിലവിൽ കോർപ്പറേഷനിൽ ഉണ്ടാകുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമോ എന്നുള്ള കാര്യങ്ങളും കൂടി അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു വിധിയെഴുത്തിലേക്കാണ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൊല്ലം നഗരം പോകുന്നത്. കൊല്ലം കോർപ്പറേഷനായാലും പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ തന്നെയായാലും വലിയ ആവേശത്തോടു കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കലാശക്കൊട്ടിൻ്റെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷിയായത്. അത്തരത്തിൽ വളരെ ആവേശം നിറച്ചുകൊണ്ടാണ് പ്രവർത്തകരും ഒപ്പം മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെ ഈ അണികളിലേക്കും അല്ലെങ്കിൽ ഈ അവരുടെ പ്രവർത്തകർക്ക് ആവേശം വിതറുന്നതിനായി ഇവിടെ എത്തി നൃത്തച്ചുവടുകളും ബാൻഡ് മേളങ്ങളും ഒക്കെയായി വളരെ വലിയൊരു ആവേശം നിറച്ച അന്തരീക്ഷമായിരുന്നു കൊല്ലം നഗരത്തിലുണ്ടായിരുന്നത്. ഇനിയുള്ളത് അവർക്ക് ഈ പറയുന്ന പോലെ വോട്ടുറപ്പിക്കുന്നതിനുള്ള കൂട്ടിക്കഴിക്കലുകളുടെ ദിവസമാണ്. ആ ഒരു ദിവസം അവർ ഉറപ്പിക്കുന്നതാണ്. അതായത് ഇനി തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടുകൾ കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൽ ഇപ്പോൾ ഇത്രയും നാൾ നടത്തിയ ഒരു വോട്ട് അഭ്യർത്ഥനയിലൂടെ അവർക്ക് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം, കണക്കുകൂട്ടലുകൾ, ഭൂരിപക്ഷം, ഒപ്പം തന്നെ വോട്ടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, ആ സ്ഥലങ്ങളിലൂടെ എന്തൊക്കെ ഇനിയിപ്പോൾ നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള വിലയിരുത്തലുകൾക്ക് വേണ്ടി ഒരു ദിവസം പാർട്ടിക്ക് ഉണ്ടാകും. ആ പാർട്ടി അത്തരത്തിലുള്ള മുന്നോട്ട് പോക്കുകളായിരിക്കും ഈ മുന്നണികൾ ഓരോന്നും നടത്തുക. അത്തരത്തിൽ ഒരു വിശകലനം നടത്തിക്കൊണ്ടുള്ള ഒരു ദിവസം കഴിയുമ്പോഴേക്കും തൊട്ടടുത്ത ദിവസം പുലരുന്നത് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദിവസത്തിലേക്കാണ്. ആ ദിവസത്തിൽ അവർ വിധി എഴുതും. ഈ ഒരു സമ്മതിദാനാവകാശത്തിലൂടെ അവർ ആരെ അധികാരത്തിലെത്തിക്കും, അല്ലെങ്കിൽ അധികാര തുടർച്ചയിൽ അവർ ഒരു പാകപ്പാക്കാകുമോ, അല്ലെങ്കിൽ ഒരു മാറ്റി എഴുത്ത് അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വരുന്ന മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അതിലും ഒരു വ്യക്തത ഉണ്ടാവും. ഏതായാലും കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇടത് കോട്ട എന്ന് കാലങ്ങളായി പറയുന്നത് മാത്രമല്ല, അത്തരത്തിൽ തന്നെയായിരുന്നു കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ UDFന് ഇത്തവണ വലിയ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ കൊല്ലം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാൻ അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് അധികാരം എത്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവർ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലം കോർപ്പറേഷനിൽ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ വികസന മുരടിപ്പുകൾ എന്ന കാഴ്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത്. പലയിടങ്ങളിലും നമുക്കറിയാവുന്ന പോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങളൊപ്പം തെരുവിളക്കുകളുടെ പ്രശ്നം, ഒപ്പം റോഡുകളുടെയൊക്കെ തന്നെ വിഷയങ്ങൾ അവർ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെയും അവർ വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത്. അത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പറയാനുള്ളത് തങ്ങളുടെ സ്ഥാനാർത്ഥികൾ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അത്തരത്തിൽ അവരുടെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം വികസന മുരടിപ്പിൽ നിന്നും വികസനം എന്ന ഒരു സ്വപ്നം അത് മാത്രമല്ല, അത് യാഥാർത്ഥ്യമാക്കി കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു UDF അവരുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും നമുക്ക് ഈ നഗരത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നത് BJP പ്രവർത്തകർ അവരുടെ ആവേശം അതും ഉണ്ടായിരുന്നു, അതും നമുക്ക് കാണാതിരിക്കാൻ കഴിയുകയില്ല. പക്ഷേ അവർക്ക് അവരുടെ ആവേശത്തിന് അല്പം കുറവ് ഉണ്ടോ എന്നൊരു സംശയം നമുക്ക് പലയിടങ്ങളിലും അവരുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അവരുടെ പ്രചാരണ പരിപാടികളിലും മറ്റുമൊക്കെ നമുക്കത് കൊല്ലം നഗരത്തിൽ അത് പ്രകടമായി നമുക്ക് തോന്നിയ ഒരു കാര്യം തന്നെയാണ്. അത് ഇന്നത്തെ ഒരു കലാശക്കൊട്ടിലും അത് കൊല്ലം നഗരത്തിൽ പ്രകടമായിരുന്നു. കാര്യം അത്തരത്തിൽ BJPക്ക് അവരുടെ ഒരു ശക്തി തെളിയിക്കാൻ ഇത്തവണ കഴിയുമോ എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകൾ അതുകൂടി ഇത്തവണ ഈ തിരഞ്ഞെടുപ്പ് ചർച്ചയാകുമെന്നതിൽ സംശയമില്ല. കാരണം നിലവിൽ 6 സീറ്റുകളാണ് കൊല്ലം കോർപ്പറേഷനിൽ BJPക്ക് ഉള്ളത്. ഇത്തവണ അവർ സീറ്റ് വർദ്ധിപ്പിക്കും എന്ന കണക്കുകൂട്ടലുകളൊക്കെ അത്തരം പ്രതീക്ഷകളോടുകൂടി തന്നെയായിരുന്നു അവർ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവർക്ക് ഈ അവസാനവട്ട പ്രചാരണം കലാശക്കൊട്ടിലുമൊക്കെ എത്തി നിൽക്കുമ്പോൾ എത്രത്തോളം ഈ അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ 6 എന്ന സീറ്റിൽ നിന്നും 6 എന്ന എണ്ണത്തിൽ നിന്നും അത് കൂടുതലിലേക്ക് എത്തിക്കാൻ എത്രത്തോളം കഴിയുമെന്നുള്ളത് ഒരു ആശങ്ക അതും ഇപ്പോൾ ഈ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കാഴ്ചക്കാരിലും ഒക്കെ തന്നെ തോന്നി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇടത് കോട്ട എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു കൊല്ലം നഗരത്തിൽ നഗരപ്രദേശം
കേന്ദ്രീകരിച്ച് നടന്ന പ്രചാരണ കലാശക്കൊട്ടിൻ്റെ ആ അവസാന മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിച്ചുകൊണ്ട് വലതുപക്ഷവും ഒപ്പം ആവേശം നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ ആവേശമണികളിൽ നിറച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കലാശ പോരാട്ടം അല്ലെങ്കിൽ കലാശക്കൊട്ട് അതിവിടെ നടത്തിയാണ് അവരും പിൻവാങ്ങിയിരിക്കുന്നത്. ഏതായാലും വരുന്ന ഒരു ദിവസം നിശബ്ദ പ്രചാരണത്തിനുള്ള ദിവസമാണ്. അത് കഴിയുമ്പോൾ വിധി എഴുതും. അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷനിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അതൊരു വികസന അല്ലെങ്കിൽ ഭരണ തുടർച്ചയായിരിക്കുമോ അല്ലെങ്കിൽ UDF അധികാരം തിരിച്ചു പിടിക്കുമോ, അതുതന്നെയാണ് കൊല്ലം നഗരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൊല്ലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കലാശക്കൊട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ നിന്നും പറയാൻ കഴിയുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. ആവേശകരമായ കൊട്ടിക്കലാശമാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ കണ്ടത്. ശക്തമായ പ്രചാരണമായിരുന്നു സ്ഥാനാർത്ഥികളും മുന്നണികളും ഉണ്ടായത്. കൂട്ടിക്കിഴിക്കലിന്റെ മണിക്കൂറിലൂടെയാണ് ഇനി സ്ഥാനാർത്ഥികൾ കടന്നുപോകുന്നത്. നിശബ്ദ പ്രചരണത്തിലൂടെ പോകുമ്പോൾ LDF കോട്ട പൊളിക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. ഒപ്പം BJPയുടെയും ശക്തമായ ത്രികോണ പോരാണ് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. മട്ടന്നൂർ നഗരസഭ ഒഴികെ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 36,630 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളിലായി നടക്കുന്ന ആദ്യഘട്ടത്തിൽ 471 ഗ്രാമപഞ്ചായത്തുകളിലെ 8,310 വാർഡുകളിലേക്കും 75 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 1090 വാർഡുകളിലേക്കും 7 പഞ്ചായത്തുകളിലെ 164 വാർഡുകളിലേക്കും 39 മുനിസിപ്പാലിറ്റികളിലെ 1371 വാർഡുകളിലേക്കും കോർപ്പറേഷനുകളിലെ 233 വാർഡുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,408 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ആകെ 75,643 സ്ഥാനാർത്ഥികളിൽ 36,034 പുരുഷന്മാരും 39,609 പേർ സ്ത്രീകളും ഒരാൾ ട്രാൻസ്ജെൻഡറുമാണ്. രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കണ്ണൂർ ജില്ലയിൽ 14 പേരും കാസർഗോഡ് 2 വാർഡുകളിലും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലായി ആകെ 2,86,24,558 സമ്മതിദായകരാണുള്ളത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 126 ട്രാൻസ്ജെൻഡർമാർ ഉൾപ്പെടെ 1,32,83,789 വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. ഇവരിൽ 456 പേർ പ്രവാസികളാണ്. തലസ്ഥാനത്തെ വോട്ടിംഗ് ഉപകരണ വിതരണ കേന്ദ്രത്തിലെ ഒരുക്കങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. വോട്ടെടുപ്പ് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. വോട്ടെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ ജില്ലകളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളിലെല്ലാം തന്നെ നാളെ രാവിലെ മുതൽ രാവിലെ 9 മണിക്ക് മുമ്പായി തന്നെ എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ചെയ്യുകയും 9 മണിയോടുകൂടി തന്നെ പോളിംഗ് സാധനങ്ങളുടെയും EVMകളുടെയും വിതരണം ആരംഭിക്കുകയും ഉച്ചയോടുകൂടി പോളിംഗ് സ്റ്റേഷനുകളിൽ പോളിംഗ് പാർട്ടീസ് എത്തിച്ചേരുകയും ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്താകെ 33,711 പോസിംഗ് സ്റ്റേഷനുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 15,432 പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടെടുപ്പ് നടക്കും. സംസ്ഥാനത്താകെ 2,535 ബൂത്തുകളെ പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ബൂത്തുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വനിതാ ഓഫീസർമാർ ഉൾപ്പെടുന്ന പിങ്ക് ബൂത്തുകളും യുവ ബൂത്തുകളും മാതൃകാ ബൂത്തുകളും തലസ്ഥാനത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. സമാധാനപരമായി വോട്ടിംഗ് പൂർത്തിയാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അഭ്യർത്ഥിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. LDFന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ UDFനെ വിമർശിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സർക്കാർ നൽകിയ 600 വാഗ്ദാനങ്ങളിൽ 580 എണ്ണം നടപ്പിലാക്കിയിട്ടുണ്ട്. തുടർ ഭരണത്തിന്റെ ഘട്ടത്തിൽ കേരളം മുന്നോട്ട് പോയോ പുറകോട്ട് പോയോ എന്ന് നാട് വിലയിരുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള മത്സരമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ മുതൽ ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരത്തിന് തുടക്കമിട്ടത്. 600 വാഗ്ദാനങ്ങളിൽ 580 നടപ്പിലാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ജമാഅത്തെ ഇസ്ലാമിയുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് AKG സെന്ററിൽ വെച്ച് അത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ 4 വോട്ടിന് വേണ്ടി UDF അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തുവെന്നും ലീഗ് ജമാഅത്തയുടെ നിലപാടിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 4 വോട്ടിന് വേണ്ടി UDF അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തു. ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ UDF നേതൃത്വം ഇനിയെങ്കിലും അവരെന്ന് വെച്ചാൽ UDF എങ്ങനെയാണ് മാറിയത്, ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ കണ്ണിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്, ഏത് നിലയിലാണ് നവീകരിക്കപ്പെട്ടത്, അതെങ്കിലും വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. പ്രളയം, ഓഖി തുടങ്ങിയ പ്രതിസന്ധി നേരിടേണ്ടി വന്ന ഘട്ടങ്ങളിൽ സഹായം ആവശ്യമായിരുന്നുവെങ്കിലും മുഖം തിരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തകർച്ച നേരിടുന്ന ഘട്ടത്തിൽ, പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു. സഹായം നൽകാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് സഹായകരമായ നിലപാടല്ല സ്വീകരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. വലിയ തോതിലുള്ള പുറംതിരിഞ്ഞു നിൽക്കൽ, കേരളത്തോടൊരു വെറുമുഖം കാണിക്കൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് നമ്മുടെ അനുഭവം. നേരത്തെ MP-മാരുടെ പ്രകടനത്തെ സംബന്ധിച്ച് വെല്ലുവിളിച്ച KC വേണുഗോപാലിന് സംവാദത്തിന് തയ്യാറാണെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചപ്പോൾ AY കാറ്റഗറി കാർഡുകൾ റദ്ദാക്കുമോ എന്ന ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തെ പ്രതിസന്ധിയിലാക്കാനാണ് UDF MP-മാർ ശ്രമിച്ചത്. പാർലമെന്റിൽ കേരള വിരുദ്ധ നിലപാടാണ് UDF MP-മാർ സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾക്ക് അന്വേഷണം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അമൃത ന്യൂസ്, കോഴിക്കോട്. മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത്. കോൺഗ്രസ് MP-മാർ പാർലമെന്റിൽ തങ്ങളുടെ നിലപാട് ശക്തമായി അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്ന സമയത്ത് സംവാദത്തിന് തയ്യാറാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയായി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനത്തെ LDF രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് UDF. ഇന്ന് രാവിലെ മേയർ M. അനിൽകുമാർ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സന്ദർശിച്ചതോടെയാണ് പുതിയ വിവാദം ഉയർന്നത്. മേയർ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് TJ വിനോദ് MLA തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിർമ്മാണം പൂർത്തിയായ CBG പ്ലാന്റ് മേയർ M. അനിൽകുമാർ സന്ദർശിച്ചതോടെയാണ് പുതിയ വാദപ്രതിവാദങ്ങൾക്ക് തുടക്കമായത്. 2 വർഷം മുൻപുള്ള ബ്രഹ്മപുരമല്ല ഇപ്പോഴെന്നും 99% മാലിന്യവും ബയോമൈനിങ്ങിലൂടെ സംസ്കരിച്ചെന്നുമായിരുന്നു മേയർ അറിയിച്ചത്. ഇതെല്ലാം വന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒരൊറ്റ കോമ്പൗണ്ടിനകത്ത് ഇത്രയധികം സെൻട്രലൈസ്ഡ് ഓപ്പറേഷൻ നടക്കുന്ന ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി കൊച്ചി മാറും. കേരളം ഇന്ത്യക്ക് മാതൃകയാകും. ഒരു ടെക്നോളജി ഫെയിലായാൽ മറ്റേ 2 ടെക്നോളജിയും പകരം ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൂടി വന്നാൽ 3 ടെക്നോളജി വരും. അതുകൊണ്ട് കൊച്ചി നഗരസഭയുടെ ഈ കൗൺസിൽ ഭരണത്തെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും LDFകാർ മാത്രമായിരിക്കില്ല വോട്ട് ചെയ്യുന്നത്. നിശ്ചയമായും ഒരു വലിയ പങ്ക് വോട്ട് കിട്ടാൻ പോകുന്ന UDFൻ്റെയും വോട്ടർമാരും ഒപ്പം സ്വതന്ത്രരായ മനുഷ്യരുടേതായിരിക്കും എന്നെനിക്ക് യാതൊരു സംശയമില്ല. മേയറുടെ സന്ദർശനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. CPM-ന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ് മേയർ ചെയ്തതെന്ന് UDF സ്ഥാനാർത്ഥി ദീപ്തി മേരി വർഗീസ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് 2 ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഈ പ്ലാന്റ് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഇലക്ഷൻ പ്രചരണം നടത്തുകയാണ് മേയർ M. അനിൽകുമാർ. CPM-ന് വേണ്ടി ഇലക്ഷൻ പ്രചരണം നടത്തുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗവും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മേയറുമായിരുന്ന മേയർ M. അനിൽകുമാർ. ഇത് തീർച്ചയായിട്ടും ചട്ടലംഘനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകും. ഞങ്ങൾ പരാതി കൊടുക്കും. മേയർ M. അനിൽകുമാറിനെതിരെ TJ വിനോദ് MLA തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്ലാന്റിന്റെ നിർമ്മാണം രാഷ്ട്രീയമായി അവകാശപ്പെട്ട് വോട്ട് തേടിയെന്നാരോപിച്ചാണ് പരാതി. BPCL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഈ CBG പ്ലാന്റിൻ്റെ നിർമ്മാണം ഏതാണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉദ്ഘാടനം പോലും നടത്താതെ ഇന്ന് പത്രമാധ്യമങ്ങൾ പ്രവർത്തകരെ വിളിച്ച് വരുത്തി അതിൻ്റെ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരികയും അത് തൻ്റെ വികസന നേട്ടമാണ് എന്ന് പരസ്യമായി പറയുകയും അതിൻ്റെ പൊളിറ്റിക്കലായി അതിൻ്റെ വോട്ടുകൾ തനിക്ക് അനുകൂലമായി തൻ്റെ മുന്നണിക്ക് അനുകൂലമായി നൽകണമെന്ന രീതിയിൽ മേയർ നടത്തിയ ആ ഒരു പ്രസ്താവന തീർത്തും
തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഗുരുതരമായ ലംഘനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട്ടെ ചുവപ്പുകോട്ട തകർക്കാൻ ഒരുങ്ങി UDFും BJPയും. കോർപ്പറേഷനിൽ 4.5 പതിറ്റാണ്ടായും ജില്ലാ പഞ്ചായത്തിൽ 3 പതിറ്റാണ്ടായും തുടരുന്ന ഇടതുപക്ഷ ഭരണം ഇത്തവണ അട്ടിമറിക്കുമെന്നാണ് ഇരു മുന്നണികളുടെയും വാദം. അതേസമയം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് LDFന്റെ മറുപടി. ഇത്തവണയും ഉജ്ജ്വല വിജയം നേടി കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം തുടർച്ചയായി 50-ാം വർഷ റെക്കോർഡിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് LDF. 3 പതിറ്റാണ്ടായി ജില്ലാ പഞ്ചായത്ത് ഭരണവും തങ്ങളുടെ കൈകളിലാണെന്ന ആത്മവിശ്വാസവും LDFിനുണ്ട്. കൂടാതെ 10 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 3 നഗരസഭകൾ, 42 പഞ്ചായത്തുകൾ എന്നിവ ഭരിക്കുന്നതും LDF ആണ്. 4 നഗരസഭകളും 28 പഞ്ചായത്തുകളും 2 ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ് UDFിനുള്ളത്. കോർപ്പറേഷനിൽ 7 വാർഡുകളും ചില പഞ്ചായത്ത് വാർഡുകളുമാണ് BJPയുടെ കൈവശമുള്ളത്. എല്ലാ തവണത്തെയും അപേക്ഷിച്ച് കോഴിക്കോട് ഇത്തവണ തീ പാറുന്ന പോരാട്ടം നടക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വികസനവും വാർഡ് വിഭജനവും വോട്ടർ പട്ടികയിലെ ക്രമക്കേടും വെൽഫെയർ പാർട്ടി ബന്ധവും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ പ്രതിസന്ധികളുമെല്ലാം കോഴിക്കോട് ചർച്ചാ വിഷയങ്ങളാണ്. കോർപ്പറേഷൻ ഭരണത്തിൽ ഇത്തവണ UDFും BJPയും വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇത്തവണ ചരിത്രത്തില്ലാത്ത വിജയം ഈ ജില്ലയിൽ UDF നേടും. 48 വർഷക്കാലം കോഴിക്കോട്ട് നഗരത്തിൽ, പ്രത്യേകിച്ച് ജില്ലയിലാകമാനം തന്നെ വികസനം അന്യമാക്കിയിട്ടുള്ള LDF ഈ നഗരസഭയിൽ അപ്രസക്തമാകും, തകർന്ന തരിപ്പണമാകും. സമാനമാണ് UDFന്റെയും അവസ്ഥ. എന്നാൽ ഇത്തവണയും വമ്പിച്ച ഭൂരിപക്ഷം കിട്ടുമെന്നതിൽ LDFന് ഒരു സംശയവുമില്ല. വമ്പിച്ച വിജയം ഈ ജില്ലക്കകത്തു സംസ്ഥാനത്തുടനീളം നേടുന്നതിൻ്റെ ഭാഗമായി തന്നെ ഈ ജില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വാധീനം ഉറപ്പിക്കുകയല്ല, സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മീഞ്ചന്ത വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മുൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദാണ് LDFന്റെ മേയർ സ്ഥാനാർത്ഥി. UDF ഭരണം കൈക്കലാക്കിയാൽ പാറപ്പടി വാർഡ് സ്ഥാനാർത്ഥിയും KPCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് PM നിയാസിനും, BJP ആണെങ്കിൽ കാരപ്പറമ്പ് വാർഡ് സ്ഥാനാർത്ഥിയും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ നവ്യ ഹരിദാസിനുമാണ് സാധ്യത. അമൃത ന്യൂസ്, കോഴിക്കോട്. തന്റെ ഒരൊറ്റ തീരുമാനത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയായ 41കാരനാണ് കാരശ്ശേരി ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്നത്. മരണശേഷം ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടു നൽകാൻ തീരുമാനിച്ച രജീഷ് കാരശ്ശേരിയാണ് ഇത്തവണ LDF ടിക്കറ്റിൽ മത്സരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന കാലം ജനങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പാണ് രജീഷ് നൽകുന്നത്. എന്റെ മരണശേഷം എന്റെ ശരീരത്തിന്റെ ഏത് ഭാഗവും ആർക്കു വേണമെങ്കിലും ചികിത്സയ്ക്കായി ഉപയോഗിക്കാം. 1 വർഷം മുൻപാണ് രജീഷ് കാരശ്ശേരി മരണശേഷം ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കാനുള്ള സമ്മതപത്രം ഒപ്പിട്ട് നൽകിയത്. ആദ്യം വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കുടുംബവും തീരുമാനത്തെ അനുകൂലിച്ചു. മക്കൾ അതിനാദ്യം സമ്മതം മൂളിയില്ലായിരുന്നു. പക്ഷെ മക്കളൊക്കെ വലുതായ സമയത്ത് ഞാനത് എൻ്റെ മോളെ കൊണ്ട് സംസാരിപ്പിച്ച് മോൾ ഉൾപ്പെടെ അതിന് എങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ വർഷം, ഈ വർഷം ആദ്യത്തിലാന്ന് തോന്നുന്നുണ്ട്, ജനുവരിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ അത് ഓൺലൈനിൽ അത്തരം ഒരു ഇത് ചെയ്തിട്ടുള്ളത്. കുന്നമംഗലം ബ്ലോക്കിലേക്ക് കാരശ്ശേരി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന രജീഷ് കാരശ്ശേരിയുടെ ഈ തീരുമാനം LDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ നാസർ കൊളായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആളുകൾ അറിയുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് കൂടെയുണ്ടാകുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകാനുള്ളതെന്നും രജീഷ് പറയുന്നു. മരണശേഷവും ഞാൻ ആളുകൾക്ക് ഗുണം എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം അതായിരിക്കണം. UDFന്റെ കോട്ടയായ കാരശ്ശേരി ഡിവിഷൻ പിടിച്ചടക്കുമെന്ന പ്രതീക്ഷയിലാണ് രജീഷ് കാരശ്ശേരി. അമൃത ന്യൂസ്, കോഴിക്കോട്. മറ്റു വാർത്തകൾ നോക്കാം. വിവാദമായ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുതിയ വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 500 കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഇതിൽ അന്താരാഷ്ട്ര മാഫിയയ്ക്ക് ബന്ധമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട SITക്ക് ചെന്നിത്തല മൊഴി നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITക്ക് കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല കത്ത് നൽകി. ADGP H വെങ്കടേഷിനാണ് ഇന്നലെ കത്ത് നൽകിയത്. സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന്റെ ബന്ധം അന്വേഷിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 500 കോടിയുടെ ഇടപാട് നടന്നെന്നാണ് ആരോപണം.
കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. SIT ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. ഇതേക്കുറിച്ച് നേരിട്ടറിവുള്ള വ്യക്തിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കാമെന്നും സംസ്ഥാനത്തെ ചില വ്യവസായികൾക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്നും ചെന്നിത്തല കത്തിൽ ആരോപിക്കുന്നുണ്ട്. പുരാവസ്തു സാധനങ്ങൾ മോഷ്ടിച്ച് കരിഞ്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന സംഘങ്ങളെക്കുറിച്ച് നേരിട്ടറിയാവുന്ന വ്യക്തിയെ തനിക്കറിയാം. ഇയാൾ പൊതുജനത്തിന് മുന്നിൽ വന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറല്ല. എന്നാൽ അന്വേഷണ സംഘത്തോടും കോടതിയിലും വന്ന് മൊഴി നൽകാൻ തയ്യാറാണ്. താൻ സ്വതന്ത്രമായി പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. സംസ്ഥാനത്തെ ചില റാക്കറ്റുകൾക്കും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട്. ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് ഈ റാക്കറ്റുമായുള്ള ബന്ധവും അന്വേഷിക്കണമെന്നും പുരാവസ്തു സംഘങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്നും രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി തുടരുന്നു. 100-ലധികം സർവീസുകളാണ് ഇതുവരെ റദ്ദാക്കിയത്. പ്രതിസന്ധിയിൽ കടുത്ത നടപടിയുമായി പാർലമെന്ററി കമ്മിറ്റി രംഗത്തെത്തി. നേരിട്ട് വിശദീകരണം നൽകാൻ ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. അതേസമയം 95% സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇൻഡിഗോ അവകാശപ്പെടുന്നത്. 6ാം ദിവസവും ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി രാജ്യത്ത് തുടരുകയാണ്. വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് 100-ലധികം സർവീസുകളാണ് ഇന്നും ഇൻഡിഗോ റദ്ദാക്കിയത്. തെലങ്കാനയിൽ മാത്രം 54 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊൽക്കത്ത, മുംബൈ തുടങ്ങി വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് 10-നടുത്ത് സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. വൈകിട്ടോടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുമെന്നാണ് ഇൻഡിഗോ അവകാശപ്പെടുന്നത്. 95% പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും 138 റൂട്ടുകളിൽ 135 ഇടത്തേക്കും സർവീസ് നടത്താവുന്ന സ്ഥിതിയാണുള്ളതെന്നും ഇൻഡിഗോ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം സർവീസുകൾ റദ്ദാക്കിയതിൽ കാരണങ്ങൾ സഹിതം വിശദമായ റിപ്പോർട്ട് നൽകാൻ ഇൻഡിഗോ വ്യോമയാന മന്ത്രാലയം നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത നടപടിക്ക് കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സിനെ പുറത്താക്കുന്നതുൾപ്പെടെ വ്യോമയാന മന്ത്രാലയം പരിഗണിക്കുന്നുണ്ട്. ശബരിമലയിൽ ദീപാരാധനയുടെ സമയമാണ് തത്സമയം.
ശബരിമലയിൽ ദീപാരാധനയുടെ സമയമായിരുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. പതിവ് തെറ്റാതെ അയ്യന് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് അഗസ്ത്യാർകൂടം ഗോത്രസംഘം. അഗസ്ത്യാർ മലനിരകളിൽ നിന്നും വ്രതശുദ്ധിയോടെ ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ കാണിഗോത്ര പ്രതിനിധികൾക്ക് അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചു. കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവർ സന്നിധാനത്ത് എത്തിയത്. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുതേനും ഈറ്റയിലും അരിച്ചൂരലിലും മെനഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കവും കരിമ്പുംകാട്ടിൽ വിളഞ്ഞ കദളിക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളുമായാണ് അഗസ്ത്യാർകൂടം ഗോത്രസംഘം അയ്യന് കാഴ്ച സമർപ്പിക്കാനെത്തിയത്. തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ 167 പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മലചവിട്ടി ദർശന സായുജ്യം നേടിയത്. സംഘനേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 27 കുട്ടികളും 14ഓളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം 3 KSRTC ബസ്സുകളിലായാണ് പമ്പയിലെത്തിയത്. അയ്യപ്പൻ എന്ന് പേരുള്ള ഭിന്നശേഷിക്കാരനായ ഒരംഗവും സംഘത്തിലുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന്റെ എല്ലാ സഹായങ്ങളും നന്മകളും നമുക്ക് എല്ലാ വർഷവും വരുമ്പോൾ ഒരു നന്മയുണ്ട്. അതുപോലെ ഇനി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 170ഓളം ആൾക്കാരാണ് നമ്മൾ ഇന്നും വർഷം പറഞ്ഞത്. വനത്തിനുള്ളിൽ നിന്നും വ്രതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകൂവ ഇലകളിലാണ് പൊതിഞ്ഞെടുക്കുന്നത്. തലച്ചുമടായാണ് ഇവ സന്നിധാനത്തെത്തിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഗസ്ത്യവനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവരെത്തുന്നത്. തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിലെ പറ്റാമ്പാറ, കുന്നത്തേരി, പ്ലാവിള, കമലകം, മുക്കോത്തിവയൽ, കൊമ്പിടി, ചേനാമ്പാറ, മാങ്കോട്, മുളമൂട്, പാങ്കാവ് എന്നീ ഉന്നതകളിൽ നിന്നും തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ പ്രാവിള, കോരയാർ, ആറുകാണി എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം.